കണ്ട എടുക്കാം. ഞാൻ സ്മിത. അപ്പൊ നമ്മുടെ പാചകത്തിലേക്ക് പോയാലോ? ആയോട്ടാ. ഇന്ന് ഞാനുണ്ടല്ലോ പാലിൽ നിന്ന് എങ്ങനെ നല്ല കട്ട തൈര് അതേപോലെ വെണ്ണ നെയ്യ് വേർതിരിച്ചെടുക്കാം എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിതാ തീ കത്തിച്ച് നമ്മളൊരു പാത്രം അടുക്കുമ്പോൾ കഴിച്ച് ഒപ്പം തന്നെ അതിലേക്ക് ഇതാ 1 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ അത് നമ്മുടെ പാല് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്താ തീ ഒന്ന് നമ്മൾ മീഡിയം ലെവലിലാണ് ഇപ്പൊ തീ വെച്ചിട്ടുള്ളത്. നമ്മുടെ ഈ പാലുണ്ടല്ലോ നമ്മൾ നന്നായി തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. അപ്പൊ അതായത് എന്തായാലും നമ്മുടെ ഈ പാലില് കുറച്ച് വെള്ളത്തിന്റെ അംശമൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ വറ്റിയാൽ മാത്രമാണ് നമ്മുടെ ഈ പാലിന്റെ പാടയാണ് നമ്മൾ എടുക്കുക. അപ്പൊ ഈ പാലിലുള്ള ഫാറ്റ് മുഴുവൻ ഈ പാടയിൽ കൂടെ കിട്ടണമെങ്കിൽ നമ്മൾ പാലിന് നന്നായി വറ്റിച്ചെടുക്കണേ വേണം കേട്ടാ. അപ്പൊ അതാ നമ്മൾ നോക്കിയ പാല് വറ്റിച്ച് ഇതാ ഇത്രയും പാല് നമ്മൾ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോ ഞാൻ എന്താ വറ്റിച്ച് ഇത്രയ്ക്ക് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ തന്നെ നന്നായിട്ട് ചൂടാറാൻ വേണ്ടി വെക്കണം കേട്ടാ. നമ്മുടെ പാല് നന്നായിട്ട് ചൂടാറി വന്നപ്പോ കണ്ട പാലിന്റെ പാട് നല്ല ഫാറ്റൊക്കെ ആയിട്ട് എല്ലാം അത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിൽ നിന്നിതാ ഇങ്ങനെ പതുക്കെ എടുക്കാം. എന്നിട്ട് ഇതേപോലെ ആക്കി ഞാൻ കുറച്ച് നാളിന്ന് വടിച്ചിട്ടുള്ളതാണ് ഇത്. ഇനി നമ്മള് ഈ പാലുണ്ടല്ലോ ഇപ്പൊ നമ്മൾ നന്നായി വേവിച്ചെടുത്ത പാല് നേരെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് നോക്കിയേ എൻ്റെ കയ്യിലത്തെ ഈ തൈര് കണ്ട ഇതേപോലെ വേവിച്ചെടുത്തിട്ടുള്ള പാലില് കണ്ട ആക്കിയിട്ടുള്ളതാണ്. ഈ പാലിലേക്ക് തുണ്ട് തൈരിലിട്ട് വെച്ചാൽ മതി. ഇതേപോലത്തെ തന്നെ നല്ല കട്ട തൈര് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റില്ല. അപ്പൊ അതായത് ഇത് നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കില്ല, പുറത്താണ് വെക്കുക. ഒരു ദിവസം ഇന്ന് വെച്ചാൽ പിറ്റേ ദിവസം തൊട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചിരിക്കാം. നമ്മുടെ തൈര് റെഡി ആയിട്ടുണ്ടാവും. പാലിന്റെ പാടുണ്ടല്ലോ നമ്മൾ ഓരോ ദിവസം എടുക്കണ പാലിന്റെ പാടി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ ഫ്രീസറിലേക്ക് വെക്കണം. എന്നിട്ട് എപ്പോഴാണോ നമ്മളിത് വെണ്ണയാക്കാൻ വേണ്ടി എടുക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ തലേ ദിവസം എടുത്ത് വെക്കുക, എന്നിട്ട് പിറ്റേ ദിവസത്തെ കാലത്ത് നമുക്ക് വെണ്ണയാക്കി എടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ വെണ്ണയാക്കണേക്കാളും ഒരു 3 മണിക്കൂർ മുന്നെങ്കിലും ഫ്രീസറിൽ നിന്നെടുത്ത് പുറത്ത് വയ്ക്കുക. എങ്കിൽ മാത്രമാണ് നമുക്ക് ഇതിൽ നിന്നിട്ട് അതെടുത്ത് നമുക്കത് വെണ്ണയാക്കി എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മളിത് വെണ്ണയാക്കാൻ പോവാണ്. അപ്പം അതാ നമ്മുടെ പാടയിൽ നിന്ന് കുറച്ച് ശീശെടുക്കാൻ പാടുള്ളൂ കേട്ടാ. ഇപ്പം ഞാൻ 2 കയ്യിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിക്കേണ്ടത് നല്ല തണുത്ത വെള്ളമാണ്. നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം. നമ്മുടെ ജ്യൂസറിലൊക്കെ അടിക്കണ ജാർ എടുക്കണതാട്ടോ നല്ലത്. എപ്പോഴും നിർത്തി നിർത്തി നമുക്ക് അടിച്ചെടുക്കാട്ടോ. അതാണ് എപ്പോഴും നോക്കിയേ കണ്ട നമ്മള് നെയ്യൊക്കെ ഇങ്ങനെ വെണ്ണ ഇങ്ങനെ വേറെ തിരിച്ച് വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടാ. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ അടിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ ലാസ്റ്റത്തിൽ കഴിഞ്ഞിട്ടാണ് നമ്മളിത് വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കണം. ഒരു 3 പ്രാവശ്യമെങ്കിലും നമ്മൾ വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് കഴുകിയെടുക്കണം. അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഇതാ നമ്മുടെ ഇവിടെ വെള്ളം ഇരിക്കുന്നുണ്ട്. കാരണം ഈ നമ്മുടെ ഈ പാടയില് എന്താ പറയാ ചെറുതായിട്ട് പാലിന്റെ അംശമൊക്കെ ഉണ്ടാവും. അതും ഒക്കെ പോവാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കഴുകിയെടുക്കാൻ പറയുന്നത് കേട്ടാ.
ഇതേപോലെ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. ഇതാണിപ്പോ വെണ്ണ. അപ്പൊ നമ്മൾ വെണ്ണയാക്കി എടുത്തു കേട്ടാ. അതായത് 3 വട്ടയെങ്കിലും നമ്മൾ എന്തായാലും കഴുകിയിരിക്കണം. കണ്ട വെണ്ണ റെഡിയായി. ഞാൻ തീ കത്തിച്ച് ഒരു ചീനച്ചട്ടി, നല്ല കനുള്ള ഒരു ചീനച്ചട്ടിയാണ് ഞാൻ സ്ഥിരമായിട്ട് നമ്മുടെ വെണ്ണയ്ക്ക് ഉരുക്കുന്നത്. ഈ ചീനച്ചട്ടിയിലാണ് കുറേ കൊല്ലങ്ങളായിട്ട് എൻ്റെ കയ്യിലുള്ളതാട്ടാ. അപ്പൊ നമ്മൾ ഈ വെണ്ണയ്ക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടുക്കളയിലാട്ടാ ഇത്ര നേരം മിക്സിയിലടിക്കലും കഴുകലൊക്കെ ചെയ്തത്. ഇനിയിപ്പോൾ ഇത് ഉരുക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും ഇങ്ങനെ തന്നെ പോകുന്നു. അപ്പൊ ഈ ചീനച്ചട്ടി ചൂടാവാനൊന്നും ഇരിക്കണില്ല. നേരെ അതിലേക്ക് നമുക്കിത് ഇട്ടുകൊടുക്കാം. കണ്ട ചീനച്ചട്ടി ചൂടാവണേനനുസരിച്ച് ഉരുക്കി വരണേ. അപ്പൊ എൻ്റെ കയ്യിലുമുള്ളതും കൂടി ഇതിലിരുന്നോട്ടെ. ഉരുക്കി ഇത്രയായിട്ടാ. കണ്ട നല്ല നെയ്യാണ് നമ്മളിങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കുമ്പോൾ. ഞാൻ വെണ്ണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള പാല് വീടുകളിൽ നിന്ന് മേടിച്ചിട്ടുള്ള പാലാട്ടാ, പാക്കറ്റ് പാലല്ല. അപ്പോൾ ഇതാ ഉരുക്കി കഴിഞ്ഞിട്ടുണ്ട്. ഈ മുകളിലത്തെ ഈ പതി ഒന്ന് വറ്റണം. തീ കുറച്ചിട്ടാട്ടാ നമ്മൾ ഇട്ടിട്ടുള്ളത്. ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ ഇത് അടിയെ പിടിക്കും. അപ്പം അതില്ലാതിരിക്കാനാണ്. ഇപ്പം ഇത് ആയി തുടങ്ങിയിട്ടുണ്ട്. കണ്ട നമ്മുടെ വെള്ളപ്പത്തിക്കും പോയിട്ട് ഈ പത കണ്ട ഇതേപോലെ ആയിട്ടുണ്ട്. പോലെ വന്നു. അപ്പം നമുക്ക് ഇത് ഓഫ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മുടെ നെയ്യുടെ കളറ് മാറിക്കിട്ടാ. അപ്പം ഈ ഒരു സ്റ്റേജിൽ തന്നെ നമ്മൾ ഓഫ് ചെയ്തോളോ. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പാത്രത്തിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് നെയ്യുടെ കളറ് മാറാം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അപ്പം തന്നെ വേറൊരു പാത്രത്തിലേക്ക് നമ്മളിത് ഒഴിച്ച് നീക്കണം കേട്ടോ. അപ്പം ഇതാ ഞാനിപ്പോൾ തന്നെ ഒഴിക്കുകയാണ്. ഇതിനി ഇങ്ങനെ തന്നെ ഇരുന്ന് ചൂടാകണ്ട കേട്ടാ. അപ്പൊ നോക്കിയേ നമ്മുടെ നെയ്യ് ചൂടാറി കണ്ട. അപ്പൊ ഇതേപോലെ തന്നെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് ഈ നെയ്യ്. ഒരു കംപ്ലൈന്റും ഇല്ല. നമുക്ക് പുറത്ത് തന്നെ സൂക്ഷിക്കാം കേട്ടാ, ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട. പിന്നെ നമ്മുടെ കൺമണിക്കൂട്ടി അവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഞാൻ നെയ്യ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ മിത എനിക്ക് നെയ് റോസ്റ്റ് വേണം പറഞ്ഞിട്ട്. അപ്പൊ എന്തായാലും ഒരു നെയ് റോസ്റ്റ് ഉണ്ടാക്കട്ടെ കേട്ടോ അവൾക്ക്. അപ്പൊ ഞാനൊരു നെയ് റോസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നു കേട്ടാ. പാത്രമൊക്കെ നമ്മുടെ ദോശ ചട്ടി ചൂടായപ്പോഴാണ് ഞാൻ ഒഴിച്ചത്. അപ്പൊ ഇതാ നെയ്യ് നോക്കിയാൽ നമ്മുടെ നെയ്യ് തന്നെയാട്ടാ. ഫ്രഷ് നെയ്യ് കൊണ്ട് തന്നെ ഉണ്ടാക്കാം. അപ്പൊ ഇതാ നെയ് റോസ്റ്റ് റെഡിയായി. എന്താ ഫ്രഷ് നെയ്യ് കൊണ്ട് ഒരു ഫ്രഷ് നെയ് റോസ്റ്റ്. കാൺമണിക്കുട്ടി ധൃതിയ്യാ ആയിട്ടുണ്ട് ട്ടാ. പോരെ അച്ചാച്ചനും കൊണ്ട് പോരെ. അപ്പൊ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ചേട്ടനും കാൺമണിക്കുട്ടി ഇപ്പൊ വരൂ ട്ടാ. ഇതാ നമ്മുടെ വീട്ടിലത്തെ നെയ്യ് കൊണ്ടുള്ളതല്ല, നെയ്യിന് മാത്രം മതി. നെയ്ക്കിന് പ്രാധാന്യം കൊടുത്തോണം കേട്ടാ. നെയ്യിന്റെ മുത്തേ അതിലേക്ക് നോക്കി പറ. ഇത് വെറുതെ കടിച്ച് തിന്നാൻ പറ്റും, വേറെ ചമ്മന്തി ഒന്നും വേണ്ട, സുഖമായിട്ട്. അപ്പൊ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട്